മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഭീകരാക്രമണത്തിന് അതിർത്തികളില്ല, അതിർവരമ്പുകളില്ല എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഹൽഗാമിന് തുല്യമായിട്ടുള്ള അതേ ശൈലിയിൽ, അതേ രീതിയിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചില് ഭീകരാക്രമണം നടന്നിരിക്കുന്നു. 12 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ജൂതന്മാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നല്ല ഒന്നാം തരം ജിഹാദികളാണ് ഇതിന്റെ പിന്നില് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിന് ആളെ തിരിച്ചറിയുക കൂടെ സിഡ്നി പോലീസ് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ 24 വയസ്സുകാരനായിട്ടുള്ള ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ജിഹാദി ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തില് ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഞെട്ടലോടുകൂടി തന്നെയാ ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്. നമ്മുടെ കേരളത്തിലെ കമന്റ് ബോക്സുകളിലെ തെറിവിളികൾ ജിഹാദിസത്തിന് വേണ്ടിയിട്ട് പടപൊരുതുന്ന ആളുകൾക്കും ഈ ഒരു വയസ്സൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ജിഹാദികൾ ഇങ്ങനെ രംഗത്തിറങ്ങിയിട്ട് പല രീതിയിലും ആളുകളെയൊക്കെ പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവരുടെ പ്രൊഫൈലിലൊക്കെ കയറി നോക്കുമ്പോൾ 10-25 വയസ്സൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ കരുതോ, ഓ ഇവരൊന്നും അത്ര അപകടകാരികളായിരിക്കില്ല, ഇത്രയല്ലേ വയസ്സുള്ളൂ എന്ന് ആ ഒരു ചിന്തയൊക്കെ തന്നെ അങ്ങ് മാറ്റിവെച്ചോളൂ. ഒരു 24-കാരനാണ് ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞതിലെ ഒരു ഭീകരവാദി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നു. നമ്മുടെ മാതൃഭൂമിയും അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സിഡ്നി വെടിവെപ്പ് ആക്രമികളിൽ ഒരാൾ നവീദ് അക്രം വെടിവെച്ചത് ജൂതരുടെ ആഘോഷത്തിനിടെ. ഈ നവീദ് അക്രം എന്ന് പറയുന്നവര് പാകിസ്ഥാനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനെത്തിയതാ. എന്നിട്ടാണ് ജൂതരുടെ ആഘോഷമായിട്ടുള്ള ഹനൂക്ക തുടങ്ങുന്ന ദിവസത്തിൽ തന്നെ ബോണ്ടി ബീച്ചില് അവർക്ക് നേരെ വെടിയുതിർത്ത്. യഥാർത്ഥത്തിൽ ഈ ജിഹാദികള് ലോകത്ത് ഏറ്റവും വലിയ ഭീരുക്കളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അവരെന്തുകൊണ്ടാ ഈ പറയുന്ന ഓസ്ട്രേലിയൻ സൈന്യത്തിനെതിരെ നേരിട്ടൊരു യുദ്ധത്തിനിറങ്ങാത്തത്? അവരെന്തുകൊണ്ടാണ് ഒരു പോലീസ് സംവിധാനത്തിന് നേരെ, ആയുധമുള്ള ആളുകൾക്ക് നേരെ രംഗത്തിറങ്ങാത്തത്? ഈ ജിഹാദികൾ ലോകം മൊത്തം ആയുധമില്ലാത്ത സാധാരണക്കാർക്ക് നേരെ ഭീരുക്കളെ പോലെ ഒളിച്ചു നിന്ന് ഭീരുത്വമാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. ഈ ജിഹാദികളെ പിന്തുണയ്ക്കുന്നവർക്കൊരു, ഈ കേരളത്തിൽ ഉൾപ്പെടെ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ വലിയ വീരവാദടിക്കൂ. ഇത്തരം സകല ജിഹാദികളോടും പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീരുക്കൾ എന്ന് പറയുന്നത് ജിഹാദികളാ. ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ഭീകരാക്രമണം നടത്തിയ ആളുകളും ആയുധവുമായിട്ട് പോയിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുന്നിലേക്ക്. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഈ ജൂതര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴേക്ക് ആഘോഷിക്കുന്ന ആളുകൾ. ഇത് ഞാൻ എന്തെങ്കിലും പറയാ എന്നൊന്നും ആരും കരുതണ്ട. നമ്മുടെ കേരളത്തിലെ പലസ്തീൻ അനുകൂലികളായിട്ടുള്ള സകല ആളുകളും അത് ആഗ്രഹിക്കുന്നവരാ. ഓരോ ജൂതരെയും ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മുടെ കേരളത്തിലെ ഓരോ പലസ്തീൻ അനുകൂലികളും. അവരുയർത്തുന്ന മുദ്രാവാക്യം കൃത്യമായിട്ടൊന്ന് മുന്നോട്ട് വെക്കാം. ജോർദാൻ നദി മുതല് മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പലസ്തീൻ സ്വതന്ത്രമാവുമെന്ന്, പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവര് നിരന്തരം പ്രകടനം വിളിക്കാറുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്. അതിന്റെ അർത്ഥം എന്താ? ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്ത് പോലും ഉണ്ടാവരുത്, ഇസ്രായേലിലെ സകല ആളുകളെയും തുടച്ചു നീക്കിയിട്ട് പൂർണ്ണമായിട്ടൊരു പലസ്തീൻ ഉണ്ടാവണമെന്ന് നമ്മുടെ കേരളത്തിൽ പോലും പലസ്തീൻ അനുകൂല സകല ആളുകളും ഒരേ സ്വരത്തില് മുദ്രാവാക്യം വിളിക്കാറുള്ളത്. ഇതൊക്കെ സകല മലയാളികളും, ബോധമുള്ള ഓരോ മലയാളിയും ഇത് തിരിച്ചറിയണോ. ഓരോ ജൂതരും ഇല്ലാതെയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് ജിഹാദികള്, പലസ്തീൻ അനുകൂലികളൊക്കെ തന്നെ അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവര് വിളിക്കുന്ന പ്രകടനത്തിലെ അർത്ഥം വളരെ വ്യക്ത. ജൂതർക്കെതിരെ അതേ ശൈലിയിൽ ആയുധവും എടുത്തു തന്നെയാ സിഡ്നിയിൽ ഇപ്പോ ജിഹാദികൾ, ഭീകരവാദികൾ ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത്. ഇതൊക്കെ വലിയ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണോ. നമ്മുടെ പഹൽഗാമില് ഭീകരാക്രമണം നടന്ന സമയത്ത് അതിനെയും പരമാവധി വെള്ളപൂശാൻ ശ്രമിച്ച ആളുകളുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും അത്തരം ആളുകളെയൊക്കെ ബീഹാറിലേക്കുള്ളിലേക്ക് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. നമ്മുടെ പഹൽഗാമിൽ എന്താ നടന്നിട്ടുള്ളത്? നമ്മുടെ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് മതം നോക്കിയിട്ട്, അതായത് ഭീകരരുടെ
മതമല്ല എന്ന് ഉറപ്പുവരുത്തുക. ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ട് പേര് ചോദിക്കുക, മറ്റു പല രീതിയിലും നോക്കുക, ഇത് തങ്ങളിൽ പെട്ടതാണോ എന്ന്. തങ്ങളിൽ പെട്ടതല്ലെങ്കിൽ കൊല ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. കലീമ ചൊല്ലാൻ പറയാ, അത് ചൊല്ലാൻ അറിയാത്തവരെ കൊല ചെയ്യുക. നമ്മുടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണ അതേ ശൈലിയിൽ തന്നെയല്ലേ ഇപ്പോ സിഡ്നിയില് നടന്നിട്ടുള്ളത്? എന്താ? ജൂതന്മാരെ നോക്കിയിട്ട് ജിഹാദികളുടെ ആദ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് ജൂതന്മാരാ. യഥാർത്ഥത്തിൽ ഈ ജൂതർക്കെതിരെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ കമന്റ് പോലും ചെയ്യാറുണ്ട്. അവരൊക്കെ അറിയുന്ന ഒരേ ഒരു ജൂതൻ എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു മാത്രം. അതിങ്ങനെ വാർത്തയിൽ കേട്ടുകൊണ്ടും ഇവിടെ സകല പലസ്തീൻ അനുകൂലികളും ഈ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പേരറിയുന്നത് കൊണ്ടും പേര് പറയുന്നത് കൊണ്ടുമാണ് ഈ ജൂതന്റെ പേരും ഇത് ജൂതനാണ് എന്നൊക്കെ അറിയുന്നത്. നേരിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ജൂതനോടും സംസാരിക്കാത്ത നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജൂതനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജൂത വിരോധം വലിയ രീതിയാ. അത് ജിഹാദികൾക്ക് ലോകം മൊത്തമുണ്ട്. ഇവിടെ കേരളത്തിലെ ജിഹാദികൾ ഈ കമന്റ് ബോക്സിൽ മാത്രം ഈ ജൂത വിരോധവും പലസ്തീൻ അനുകൂലമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാ? നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ടാ. ഒരു തർക്കം അതിലാർക്കും വേണ്ട. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് എന്ന് വെച്ചാൽ ഹമാസിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പ്രകടനം നടക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിനേക്കാൾ അപ്പുറവും കോൺഗ്രസ് രാജ്യം ഭരിച്ചാൽ പലസ്തീൻ അനുകൂലികൾ നമ്മുടെ നാട്ടിൽ പോലും നടത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യ. നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ടാ ഇവിടെ ഒരുപാട് ആളുകൾ ഹമാസ് അനുകൂല പ്രകടനമായിട്ട് തെരുവില് ഇറങ്ങാത്തത്. ഒരുപാട് ജൂത വിരോധികളുണ്ട്. ഇതിന്റെ ഒരു സ്റ്റെപ്പ് മുകളിലേക്കുള്ള വേർഷനാണ് ഇപ്പോ സിഡ്നിയില് ഭീകരാക്രമണം നടത്തി. നമ്മൾ ഇതൊക്കെ ഗൗരവത്തിൽ തിരിച്ചറിയണം. ഒരു പലസ്തീൻ അനുകൂലി നമ്മൾക്കിടയിലുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന് തന്നെ അപകടമാണ് എന്നുള്ളത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം. ഈ ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ടൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ജൂതന്മാരുടെ ഉത്സവമായ ഹനുക്കയുടെ ആദ്യ ദിനം ആഘോഷിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഇന്ന് നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഞാൻ എൻ്റെ ആത്മാർത്ഥ അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിന്റെ ഈ വേളയിൽ ഓസ്ട്രേലിയയിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഭീകരതയോട് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല. തീവ്രവാദത്തിന്റെ എല്ലാ രൂപങ്ങൾക്കും പ്രകടനങ്ങൾക്കും എതിരായ പോരാട്ടത്തെ പിന്തുണക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അപലപിച്ച് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാര് എന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജൂതവിരോധത്തിനാൽ മറ്റൊരു ജിഹാദി ഭീകരാക്രമണവും ലോകത്ത് നടന്നിരിക്കുന്നു. ഇതൊക്കെ അവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യണം. നമ്മുടെ തെരുവോരങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രകടനം വിളിക്കുന്ന ആളുകൾ പൊതുസമൂഹത്തിന് അപകടമാണ് എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പലസ്തീൻ നമ്മുടെ കേരളത്തിലെ പലസ്തീൻ അനുകൂലികളെ കൊണ്ട് നമ്മുടെ നാട്ടിലും പ്രശ്നമുണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.